പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുക. കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക. അത്ഭുതകരമായ ഡെലിവറൻസ് എല്ലാ മക്കൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. പള്ളിക്കുന്ന് മാതാവിൻ്റെ അൾത്താരയിൽ നിന്നുകൊണ്ടുള്ള പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഈശോ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഇന്ന് അത്ഭുതം നടക്കട്ടെ, ഇന്ന് അത്ഭുതം നടക്കട്ടെ, ഇന്ന് അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗശാന്തികൾ നടക്കട്ടെ, ഡെലിവറൻസുകൾ നടക്കട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, തിന്മകൾ ഒഴിഞ്ഞു പോകട്ടെ, സാമ്പത്തിക കെട്ടുകൾ അഴിയട്ടെ, കടബാധ്യതകൾ അഴിയട്ടെ. ഭവനമില്ലാത്ത മക്കളുടെ മേൽ ഇറങ്ങി വരണമേ, കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുടെ മേൽ ഇറങ്ങി വരണമേ, ജോലിയില്ലാത്ത മക്കളുടെ മേൽ ഇറങ്ങി വരണമേ. ഈശോയെ, ഞങ്ങളുടെ ഭയങ്ങൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ആകുലതകൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ മരവിപ്പുകൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ദാരിദ്ര്യത്തെ ഏറ്റെടുക്കണമേ, ഞങ്ങൾക്ക് നല്ല ഭവനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുറപ്പ് നൽകണമേ യേശുവേ. റിയാ 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 യേശുവേ. ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. യേശുരാജനേ, മക്കളെ കരങ്ങളൊക്കെ ഇങ്ങനെ വിരിച്ചു പിടിച്ചോ. സ്നേഹനാഥനേ, യേശുവേ, എന്റെ കുടുംബത്തിലേക്ക് വരണേ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവേ, എന്റെ സ്ഥാപനത്തിലേക്ക് വരണമേ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഈശോ, ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്ക് ആരാധന. യേശുവേ, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ, പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങേക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങേക്ക് ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. വിളിച്ചോ മക്കളെ, വിളിച്ചോ, ഈശോനെ വിളിച്ചോ. യേശുവേ, ഈശോ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ഹല്ലേലൂയ,
ശക്തനായവനെ യേശുവേ യേശുവേ അത്ഭുതകരമായ നിമിഷം അത്ഭുതങ്ങൾ ഇറങ്ങി വരട്ടെ കർത്താവേ. ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഈ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് മുഴങ്ങുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് കേൾക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുത നിമിഷം നടക്കട്ടെ. In the name of Jesus, holy power, bless the name of Jesus, power. Hallelujah, 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 hallelujah. യേശുവേ 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 യേശുവേ. പ്രിയ സഹോദരങ്ങളെ, ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ 2 അഭിഷേകങ്ങളാണ് ഇന്ന് പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞുകൊണ്ടുള്ള ശുശ്രൂഷ. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയെ, ഷെക്കേന ശുശ്രൂഷയെ, അതിലൂടെ നടക്കുന്ന സുവിശേഷാഗ്നി ശുശ്രൂഷയെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒരിക്കൽ കൂടെ നാം പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ 5 ധർമ്മങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ കാര്യങ്ങളിലുള്ള 5 ഇടപെടലുകളെ കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. ഒന്നാമത്തെ ഇടപെടൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ലിബറേഷൻ, വിമോചനം. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ധർമ്മമാണ്. രണ്ടാമത്തേത് ബന്ധങ്ങൾ, റിലേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകമാണ്. മൂന്നാമത്തേത് രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, മാറ്റം, നമുക്കുണ്ടാകുന്ന വലിയ മാറ്റം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധർമ്മമാണ്. നാലാമത്തേത് പ്രേഷിത ദൗത്യം, സാക്ഷ്യം നൽകല്, മിഷൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ധർമ്മമാണ്. അഞ്ചാമത്തേത് നമ്മളിലുണ്ടാകുന്ന ആ തേജോരൂപം, നമ്മളിലുണ്ടാകുന്ന വലിയൊരു രൂപാന്തരീകരണം, നമുക്കുണ്ടാകുന്ന ട്രാൻസ്ഫിഗറേഷൻ അല്ലേ? ഈശോയ്ക്കും ഉണ്ടായ ആ ഒരു രൂപാന്തരീകരണം. അപ്പം അതാണ് പരിശുദ്ധാത്മാവിൻ്റെ 5 ധർമ്മങ്ങളാണ് നാം ഇപ്പോഴും പറഞ്ഞത്. അത് നമുക്ക് ആദ്യത്തേത് ധ്യാനിക്കാം. ഒന്നാമത്തേത് വിമോചനം, ലിബറേഷൻ. നമുക്കറിയാം, എല്ലാ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ ഇപ്പോൾ ഏത് ധ്യാന സെൻറ്ററിൽ പോയാലും ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് പാടുന്ന ഒരു പാട്ടുകളിലൊന്നാ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, നിരന്തരം പാടിക്കൊണ്ടിരിക്കും. മറ്റൊരു പാട്ട് എന്താ? ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ, സാത്താൻ തകരട്ടെ പരിശുദ്ധാത്മാവേ, രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ, കടങ്ങൾ മാറ്റണമേ പരിശുദ്ധാത്മാവേ. ഇപ്പൊ ഡെലിവറൻസിന്റെ ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും ഈ ഡെലിവറൻസിന്റെ മേഖല, വിമോചനത്തിന്റെ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം തിന്മകളെ വിടുവിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ബൈബിളിൽ നാം പഠിക്കുന്നുണ്ട്. യേശു തൻ്റെ എല്ലാ ഡെലിവറൻസിന്റെ ശുശ്രൂഷ ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അശുദ്ധാത്മാവിനെ ഓടിച്ചു കളഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സമഗ്രമായ ഒരു വിമോചകനാണ്. ഏത് മേഖലകളിലാണ് നമുക്ക് അടിമത്തമുള്ളതെങ്കിലും ആ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ മേഖല, നമ്മുടെ ആന്തരികമായിട്ടുള്ള ബന്ധനങ്ങളാണോ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ വിടുതൽ കിട്ടുക. നമ്മുടെ ശാരീരിക മേഖലയിലെ രോഗപീഠകളും മറ്റ് പലവിധത്തിലുള്ള കാര്യങ്ങളിലാണോ പരിശുദ്ധാത്മാവ് വരിക? ആത്മാവിൻ്റെ മേഖലയാണോ പരിശുദ്ധാത്മാവ് വരിക? നമ്മുടെ വൈകാരിക മേഖലയിലേക്കാണ് ബന്ധനങ്ങൾ ഉള്ളതെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവിടെ വിമോചനം കിട്ടുക. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:17, കർത്താവ് ആത്മാവാണ്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അടിമത്തമില്ല. കർത്താവ് ആത്മാവാണ് പൗലോസ് പഠിപ്പിക്കുക. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:17 വചനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്.
അവിടെ നമ്മൾ അടിമകളല്ല, അടിമത്തം ഇല്ല, പാപത്തിന്റെ അടിമത്തമില്ല, രോഗത്തിന്റെ അടിമത്തമില്ല, ശാപത്തിന്റെ അടിമത്തമില്ല. കാരണം കർത്താവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഒരു കൂടോത്രവും ശക്തി പ്രാപിക്കില്ല, ഒരാഭിചാര ക്രിയകൾ നമ്മളെ തൊടില്ല, ഒരു ശത്രുദോഷവും നമ്മളെ തൊടില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്. ദൈവ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യെശയ്യാ 9:20 ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടയാളവും സാക്ഷ്യവുമായിരിക്കും. എന്താണ്? മോചനം, ഡെലിവറൻസ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളവും സാക്ഷ്യവുമായിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ചു. അവർക്ക് വേണ്ടി രക്ഷകൻ പൊരുതി അവരെ മോചിപ്പിക്കും. അല്ലേ? ആ രക്ഷകൻ ആരാ? ഈശോയാ. വചനം പറയുന്നുണ്ട്, കർത്താവായ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അനേകം ബാധ കൂടിയവർക്ക് ഡെലിവറൻസ് കിട്ടി. തിന്മകൾ ഒഴിഞ്ഞുപോയി, ദുഃഖങ്ങൾ മാറിപ്പോയി, ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. അവിടെ കാരണം എന്താ? പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്ന് പുറപ്പെട്ട് അത്ഭുതം പ്രകടിപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ നാമത്തിലുള്ള എല്ലാ അത്ഭുത രോഗങ്ങളും രോഗശാന്തിയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവും ദൈവം നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതാണ് പരിശുദ്ധാത്മാവ് വിമോചക ധർമ്മം നിർവഹിക്കുകയാണ്. രണ്ടാമത്തേത് നമ്മൾ പെട്ടെന്ന് വരികയാണ്, ബന്ധങ്ങൾ, റിലേഷൻ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തില് ബാബേൽ ഗോപുരത്തിന്റെ കഥയുണ്ട്. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആശയക്കുഴപ്പം, കലക്കം, കൺഫ്യൂഷൻ എന്നൊക്കെയാ. ഈ ബാബേൽ ഗോപുരത്തിന്റെ കഥ എങ്ങനെയാണ്? അവർ നല്ല മിടുക്കന്മാരായിരുന്നു, അവരിങ്ങനെ ഒരു ഗോപുരം പണിയാൻ തുടങ്ങി. കാരണം ആ സമയത്ത് അവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരായിരുന്നു. കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കല്ല് കൊണ്ടുവന്ന്, മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് അവരങ്ങനെ പണിത് അത് ആകാശമൊട്ടെ ആയപ്പോഴെന്ത് പറ്റി? അവർ അഹങ്കാരികളായി തീർന്നു. അവര് സ്വാർത്ഥമതികളായി. ഇനി അവർക്ക് ദൈവത്തെ വേണ്ട. ഇതാ നമ്മൾ ദൈവത്തെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെയും ഏറ്റവും വലിയ പാപം അതാ. നമ്മൾ ദരിദ്രരായിരുന്നപ്പോൾ, സഹനമുള്ള സമയത്തെല്ലാം നമ്മൾ ദൈവത്തെ വിളിക്കുമായിരുന്നു. എന്നാൽ വീടായി, കാറായി, സൗകര്യങ്ങളായപ്പോൾ ദൈവത്തെ മറന്നു. ഇവിടെ ബാബേൽ ഗോപുരം പണിത് അത് ആകാശമുട്ടിയായി അവർ ദൈവത്തെ മറന്നപ്പോൾ അവിടെ സംഭവിച്ച ദുരന്തം എന്താ? ദൈവത്തിന്റെ ആത്മാവ് അവരെ വിട്ടുപോയി. അവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്നു, മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കല്ല് കൊണ്ടുവന്നു. അവരിലുള്ള ആശയബന്ധങ്ങളില്ലാതായി. ഒരാൾ പറയുന്ന മറ്റേയാൾക്ക് മനസ്സിലാകാതെയായി. അതേ ദുരന്തമാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകളില്ലാതെ വരുമ്പോൾ, ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ, ദൈവത്തെ വേണ്ട എന്ന് കരുതി മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകും. പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അത് വലിയ ദുരന്തമാണ്. കാരണം അവിടെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ വരുമ്പോൾ അധ്യാപകർ പറയുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാതെ വരും, വിദ്യാർത്ഥികൾ പറയുന്നത് അധ്യാപകർക്ക് ആ ഒരു വലിയ ദുരന്തത്തിലാണ് നാം. ഇവിടെ ബൈബിളിൽ തന്നെ വേറെ സംഭവം പറയുന്നുണ്ടല്ലോ. പെന്തക്കോസ്താ ദിവസം അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, ആകാശത്തിന് മുഴക്കമുണ്ടായി, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരോരോരുത്തരുടെ മേൽ വന്ന് നിറഞ്ഞു. ഇവിടെ ബാബേൽ ഗോപുരത്തിൻ്റെ കഥയും പെന്തക്കോസ്തയുടെ കഥയും തമ്മിൽ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി പെന്തക്കോസ്ത ദിവസം അവിടെ എന്താ സംഭവിച്ചത്? അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. വിവിധ ഭാഷകളുള്ളവർ അവിടെ ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് അത് മനസ്സിലാകിയ. പത്രോസ് അറമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അതവിടെ കൂടിയ 4000-ഓളത്തിലധികം പേര് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ
അവരവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുകയാണ്. അതാണ് പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ബാബേൽ ഗോപുരത്തിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ ഒരാൾ പറയണ ഒരാൾക്ക് മനസ്സിലാകും. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഈ കൺഫ്യൂഷൻ വരും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവിടെ വിവിധ ഭാഷകൾ ഉള്ളവർക്ക് പോലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ബാബേലിന്റെ നേർ വിപരീതമാണ് പെന്തക്കോസ്തയിൽ നടന്നത്. ഇവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിട്ടും അവർ പരസ്പരം മനസ്സിലാക്കി. വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്ന ജീവിത പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കുന്നു. പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആ വിദ്യാർത്ഥികൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു ഇടവകയിലുള്ള കൂട്ടായ്മ, ഒരു രൂപതയിലെ കൂട്ടായ്മ, ഒരു സഭയിലെ കൂട്ടായ്മ, അവർ പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ബാബേൽ ഗോപുരത്തിൻ്റെ വലിയ കൺഫ്യൂഷനാണ്, ബന്ധങ്ങളില്ലാതാകും. അപ്പൊ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? റിലേഷന് കാരണമാകുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ്. ഒരേ മനസ്സും ഒരേ ഹൃദയവുമുള്ള കൂട്ടായ്മ. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഈ കൂട്ടായ്മയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നു. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് സ്നേഹം, സർവോത്കൃഷ്ടം. അത് ആ ഒരു സ്നേഹമാണ്, ആ ഒരു കഴിവാണ് ലഭിക്കുന്നത്. ആ വചനം പറഞ്ഞു കേട്ടോ, ഞാൻ മനുഷ്യരുടെയോ ദൈവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ളപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം തോന്നുക, മറ്റുള്ളവരെ അനുസരിക്കാൻ തോന്നുക, മറ്റുള്ളവരോട് കടപ്പാട് തോന്നുക. 3-ാമത്തേത് പരിശുദ്ധാത്മാവിന്റെ ധർമ്മം, രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടാകും. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ മാറ്റമുണ്ടാകും. എൻ്റെ ഈ പള്ളിയിൽ വലിയൊരു കൺവെൻഷൻ നടന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ. അതിനുശേഷം ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത്, മദ്യപാനികളായി, സ്ഥിരം മദ്യപാനികളായിരുന്ന മക്കള് മദ്യപാനം വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള വലിയൊരു മാറ്റം. അത് കുടുംബത്തിന് വലിയ അനുഗ്രഹം. അപ്പൊ ഒരാൾക്ക് കാണത്തക്ക രീതിയിലുള്ള മാറ്റം സംഭവിക്കും. മുരിങ്ങൂരിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവര് ഭവനങ്ങളിലേക്ക് വരുന്ന എത്രയോ മദ്യപാനികളാണ് ആദ്യത്തെ ഒരൊറ്റ ധ്യാനം കൊണ്ട് അവ വേണ്ട എന്ന് വെച്ചത്. അങ്ങനെ എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണത്തക്ക രീതിയിൽ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, ഒരാൾക്ക് വലിയ മാനസാന്തരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ്. അടുത്തത്, ഇപ്പം ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഒരു കുടുംബത്തിന് ലഭിക്കുന്ന, പരിശുദ്ധാത്മാവ് ഉള്ളപ്പോഴും ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ആനന്ദം. ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല, ആനന്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം. പ്രിയപ്പെട്ടവരെ, അടുത്തത് പ്രേക്ഷിത ദൗത്യം, 4-ാമത്തെ പരിശുദ്ധാത്മാവിന്റെ ധർമ്മം പ്രേക്ഷിത. വിശുദ്ധ ബെർണാഡ് ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കണ്ണുകളിൽ ആത്മാവ് ലോകം മുഴുവനേക്കാൾ വിലയുള്ളതാണ്. ആകയാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനോടൊപ്പം അധ്വാനിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുമില്ല. ഈ പ്രേക്ഷിത ശുശ്രൂഷയുടെ പിറകിലുള്ള ആ ഒരു ചൈതന്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് പ്രേക്ഷിതനാകാൻ പറ്റില്ല, കരിസ്മാറ്റിക്കാരനാകാൻ പറ്റില്ല, കുടുംബ യൂണിറ്റിന് നേതൃത്വം കൊടുക്കാൻ പറ്റില്ല, ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റില്ല, സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. തേജോ രൂപം സ്വീകരിക്കൽ, 5-ാമത്തെ പോയിന്റ്, ട്രാൻസ്ഫിഗറേഷൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന് യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ മാമോദീസ സ്വീകരിച്ച് മരണമടഞ്ഞ എല്ലാവരെയും യേശുവിൽ ഉയർപ്പിക്കാനായിട്ട് സാധിക്കും. ആ ഉയർപ്പിൻ്റെ മഹിമയാണ് ആ രൂപാന്തരീകരണ ട്രാൻസ്ഫിഗറേഷനിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ധർമ്മമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 ധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം.
പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ധർമ്മങ്ങൾ നമുക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ഈശോ അതിനായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ലോകത്താണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വർഷിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിന് പുത്തൻ അഭിഷേകങ്ങൾ, അനുഗ്രഹങ്ങൾ കിട്ടുന്നതാ. ഡെലിവറൻസ്, രോഗശാന്തിയും അതാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോഴുണ്ടാകുന്ന അത്ഭുത കാര്യങ്ങളൊക്കെ നാം ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ നിറയാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ആരാധന നിമിഷങ്ങളിൽ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ദാനമായിട്ട് കൊടുക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മക്കളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിന്റെ പ്രകാശമാണ്, സ്വർഗത്തിന്റെ അഗ്നിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളിലുള്ള എല്ലാ ഇരുളും ഇരുട്ടും എല്ലാം മാറിപ്പോകും. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഞങ്ങളുടെ രോഗസൗഖ്യത്തിന്, ഞങ്ങളുടെ ഡെലിവറൻസിന് ഞങ്ങൾക്ക് വിവേകം കിട്ടാൻ പരിശുദ്ധാത്മാവിനെ തരണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, തിന്മകളെല്ലാം വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാം വളഞ്ഞവയെല്ലാം നേരെയാകട്ടെ, സങ്കടങ്ങളെല്ലാം മാറിപ്പോകട്ടെ, അശുദ്ധമായതെല്ലാം ശുദ്ധിയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നേരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ. ആത്മീയ സന്തോഷം യേശുവേ, ദാസരിൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹമായി ഒഴുകി വരൂ. എല്ലാവരും പാടി പ്രാർത്ഥിച്ച മക്കളെ, നാദം നാദാ, ആത്മാവിനെ പരിശുദ്ധാത്മാവേ, ആശ്വാസദായകനേ, സ്വർഗത്തിന്റെ ആത്മാവേ, നാലും നാദാ, പരിശുദ്ധാത്മാവേ, നിൻ ജീവനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യസഹായകനേ, സഹായകനായ പരിശുദ്ധാത്മാവേ, അകതാരിൽ ഉണർവിന്റെ യേശുവേ, വരദാനമേകും അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. അവിരാമമൊഴുകി വരൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരദാനവാരിദേ, യേശുവേ, പരിശുദ്ധാത്മാവേ, ഫലമേകുവാനായി പരിശുദ്ധാത്മാവേ. അതസ്യൂതമൊഴുകി വരൂ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള, നമ്മുടെ ശരീരത്തിന് മേലുള്ള, നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് അയച്ച മക്കളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി അങ്ങോട്ട് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എല്ലാ ദമ്പതികളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കള്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു അധിക ബലവാ, നമ്മുടെ ശക്തിയാ. അത് സ്വർഗത്തിന്റെ ആ നവജീവൻ നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ അത്യുന്നതന്റെ വലിയ കൃപയാണ് ഒഴുകി വരുന്നത്. യേശുവേ, പരിശുദ്ധാത്മാവേ, ദാഹിക്കുന്നു, ദാഹിക്കുന്നു, ദാഹിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ തിന്മകൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
എല്ലാ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കടബാധിതർ അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവിധ അസ്വസ്ഥര് എല്ലാ പരിശുദ്ധാത്മാവിന്റെ അധിക ബലം കൊണ്ട് നിറയട്ടെ. In the name of Jesus, the name of the Holy Spirit, bless the name of Jesus. Hallelujah, hallelujah, hallelujah. യേശുവേ, 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 സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരേണമിവിടെ. ഹല്ലേലൂയ. സത്യരൂപിയാം നിത്യദൈവമേ, പരിശുദ്ധാത്മാവേ, കത്തിപ്പടരേണമിവിടെ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ മുൻപില് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് നടക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത്. ഈ നിമിഷം തന്നെ എല്ലാ രോഗികളുടെ മേല്, എല്ലാ കിടപ്പ് രോഗികളുടെ മേല്, എല്ലാ നിരാശ ബാധിച്ചവരുടെ മേല്, എല്ലാ കലഹത്തിന്റെ ദുരാത്മാവ് തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളുടെ മേല്, മദ്യത്തിന്റെ ദുരാത്മാവ് തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠന വൈകല്യങ്ങളുള്ള, പഠിക്കാൻ പറ്റാത്ത, പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ കർത്താവേ. നമുക്ക് കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം മക്കളെ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ അഗ്നിയാ സുവിശേഷാഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ വചനമാ ആത്മാ